നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജിയിലാണ് വിധി. നിഖിൽ അളവൂർ ചേർന്ന വിവരങ്ങളുമായി. നിഖിൽ, ഇത് നേരത്തെ തന്നെ ഈ CBI അന്വേഷണം ആവശ്യമൊക്കെ തള്ളിയിരുന്നു. അതിനുശേഷം വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ഈ ഭാര്യ മഞ്ജുഷ തുടരന്വേഷണം വേണമെന്ന ഹർജിയുമായി നീങ്ങുന്നത്. അതിൽ തന്നെ പറയുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ രത്നകുമാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഹർജി എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ വിവരങ്ങൾ ശ്യാമിലി, ഏതായാലും തുടരന്വേഷണം, ഭാഗികമായ തുടരന്വേഷണത്തിനാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ രേഖ, അതായത് PP ദിവ്യ ഔദ്യോഗികമായി ഉപയോഗിച്ച ഫോണിന്റെ CDR പരിശോധിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ ഹർജിയിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയായിരുന്നു. PP ദിവ്യ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ഫോണിന്റെ രേഖകൾ പരിശോധിച്ചില്ല, പകരം അവരുടെ ഭർത്താവിന്റെ പേരിലുള്ള ഒരു ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് അന്വേഷണ സംഘം ശേഖരിച്ചത് എന്നായിരുന്നു ഈ മഞ്ജുഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ആവശ്യത്തിലാണ് PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ADM-ഉം TV പ്രശാന്തും തമ്മിൽ കണ്ടുമുട്ടിയ CCTV ദൃശ്യം പരിശോധിക്കണം എന്നുകൂടി ഈ ഭാഗിക തുടരന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലെത്തി TV പ്രശാന്തൻ ADM ആയിരുന്ന നവീൻ ബാബുവിനെ കണ്ടിരുന്നു എന്നതായിരുന്നു ആ സമയത്ത് പുറത്തു വന്നിരുന്ന വിവരം. ചില CCTV ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന് കൂടി കോടതി പറയുന്നു. മൂന്നാമത്തെ കാര്യം, ഈ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകി അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നൽകി ഈ പെട്രോൾ പമ്പിന് NOC ലഭിക്കുന്നതിന് വേണ്ടി എന്ന് കാണിച്ച് TV പ്രശാന്തൻ ഒരു പരാതി വിജിലൻസിന് നൽകി എന്നൊരു മൊഴി ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് TV പ്രശാന്തൻ പറഞ്ഞിരുന്നത്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വിജിലൻസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നാലാമത്തെ കാര്യം, ഈ ADM-ന് നൽകിയ പണം, അത് ഭാര്യയുടെ സ്വർണം ഒരു സഹകരണ ബാങ്കിൽ പണയം വെച്ച് താൻ ഉണ്ടാക്കിയത് എന്ന് TV പ്രശാന്തൻ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ആ സ്വർണം പണയം വെച്ചതിന്റെ രേഖകൾ ഹാജരാക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ മെയ് 30-ാം തീയതിക്കകം ഈ കാര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഭാഗികമായ തുടരന്വേഷണം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. ശരി, ഭാഗികമായ തുടരന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് നിഖിൽ അളവൂർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മെയ് 30-നകം അതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിരിക്കുന്നു.